SSLC മോഡൽ എക്സാമിനേഷൻ്റെ മാത്തമാറ്റിക്സ് ചോദ്യപേപ്പറിലെ 13ാമത്തെ ചോദ്യമാണ് ഈ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യത്തെ 12 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ചുവടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, ആദ്യമായി നിങ്ങളെല്ലാവരെയും ഈ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് 12ാമത്തെ ചോദ്യം ആദ്യം തന്നെ ഇംഗ്ലീഷ് ചോദ്യപേപ്പറിലെ ചോദ്യം വായിക്കാം. ചോദ്യം ഇംഗ്ലീഷിൽ വായിച്ചതിന് ശേഷം മലയാളത്തിലും വായിക്കുന്നതാണ്. ശേഷം ഇംഗ്ലീഷിലും മലയാളത്തിലുമായി മിക്സ് ചെയ്തുകൊണ്ടായിരിക്കും ഉത്തരം വിശദീകരിക്കുക. 13ാമത്തെ ചോദ്യം കോർഡിനേറ്റ്സ് എന്ന പാഠത്തിൽ നിന്നും 5 മാർക്കിൻ്റെ വളരെ എളുപ്പമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: ദ ലൈൻ ജോയിനിങ് ദി പോയിന്റ്സ് വിത്ത് കോർഡിനേറ്റ്സ് 4, 3 ആൻഡ് 0, 1 ഇസ് ഡ്രോൺ. ഓക്കെ, 4, 3 എന്ന പോയിന്റും 0, 1 എന്ന പോയിന്റും യോജിപ്പിച്ചുകൊണ്ട് ഒരു ലൈൻ വരഞ്ഞിട്ടുണ്ട്. ഇനി ആ ലൈനിനെ കുറിച്ച് 4 ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത്, ABCD. ഓക്കെ, എ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദിസ് ലൈൻ? ഈ ലൈനിൻ്റെ ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ബി ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദി മിഡ് പോയിന്റ് ഓഫ് ദിസ് ലൈൻ? ഈ ലൈനിൻ്റെ മിഡ് പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എന്താണെന്നാണ് ഈ ചോദ്യം. ഇനി അടുത്തത് സി ക്വസ്റ്റ്യൻ: വാട്ട് ഇസ് ദ ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ വിത്ത് ദിസ് ലൈൻ ആസ് ഡയമീറ്റർ? ഓക്കെ, ഈ ഇപ്പോൾ വരഞ്ഞിട്ടുള്ള ഈ ലൈന് ഡയമീറ്റർ ആയിക്കൊണ്ട് നമ്മളൊരു സർക്കിൾ വരികയാണെങ്കിൽ ആ സർക്കിളിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് സി ക്വസ്റ്റ്യൻ. ഇനി ഡി ക്വസ്റ്റ്യൻ: വാട്ട് ഇസ് ദ ഇക്വേഷൻ ടു ഡിറ്റർമൈൻ ദ എക്സ് കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ്സ് വേർ ദി സർക്കിൾ ഇൻ്റർസെക്ട് ദ എക്സ് ആക്സിസ്? ഓക്കെ, ഈ സർക്കിൾ എക്സ് ആക്സിസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്, ഇക്വേഷൻ എന്താണെന്നാണ് ഈ ചോദ്യം. ഡി ക്വസ്റ്റ്യൻ. ഓക്കെ, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദീസ് പോയിന്റ് യൂസിങ് ദീസ് ഇക്വേഷൻ. ഈ ഇപ്പം കണ്ടുപിടിക്കുന്ന ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ സർക്കിൾ നമ്മളെ എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന 2 പോയിന്റുകൾ കണ്ടുപിടിക്കാനാണ്, പോയിന്റുകളുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ് ഡി ക്വസ്റ്റ്യൻ. ഓക്കെ, ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എളുപ്പമുള്ള ചോദ്യമാണ്. നമുക്ക് മലയാളത്തിൽ ചോദ്യം നോക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ സൂചക സംഖ്യകൾ എന്ന പാഠത്തിൽ നിന്നും 5 മാർക്കിൻ്റെ എളുപ്പമുള്ള ഒരു ചോദ്യം. ഓക്കെ, ചോദ്യം എങ്ങനെയാണ്: 4, 3, 0, 1 ഇവ സൂചക സംഖ്യകളായ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര വരയ്ക്കുന്നു. ഓക്കെ, ഇനി ആ വരയെക്കുറിച്ച് 4 ചോദ്യങ്ങളാണുള്ളത്. എ ക്വസ്റ്റ്യൻ: ഈ വരയുടെ നീളം എത്രയാണ്? ഈ വരയുടെ നീളം കണ്ടുപിടിക്കാനാണ് ചോദ്യം. ബി ക്വസ്റ്റ്യൻ: ഈ വരയുടെ മധ്യബിന്ദുവിൻ്റെ സൂചക സംഖ്യകൾ എന്താണ്? ഓക്കെ, ഈ വരയുടെ മധ്യബിന്ദു അതിൻ്റെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കാനുള്ള ചോദ്യം. സി ക്വസ്റ്റ്യൻ: ഈ വര വ്യാസമായി വരക്കുന്ന വൃത്തത്തിൻ്റെ സമവാക്യം എന്താണ്? ഓക്കെ, ആ വര വ്യാസമായിക്കൊണ്ട് ഒരു വൃത്തം വരികയാണെങ്കിൽ വൃത്തത്തിൻ്റെ സമവാക്യം. ഡി ക്വസ്റ്റ്യൻ: ഈ വൃത്തം എക്സ് അക്ഷത്തെ മുറിച്ച് കിടക്കുന്ന ബിന്ദുക്കളുടെ എക്സ് സൂചക സംഖ്യകൾ കണ്ടുപിടിക്കാനുള്ള സമവാക്യം എന്താണ്? ഓക്കെ, ഈ വൃത്തം എക്സ് അക്ഷത്തെ ഖണ്ഡിക്കുന്ന അല്ലെങ്കിൽ കൂട്ടിമുട്ടുന്ന പോയിന്റുകളുടെ എക്സ് സൂചക സംഖ്യ കണ്ടുപിടിക്കാനുള്ള സമവാക്യം കണ്ടുപിടിക്കാനാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതുപയോഗിച്ച് ഈ ബിന്ദുക്കളുടെ സൂചക സംഖ്യകളും കണ്ടുപിടിക്കണം. ഓക്കെ, ആ ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന സമവാക്യം ഉപയോഗിച്ചുകൊണ്ട് ഈ വൃത്തം എക്സ് അക്ഷത്തെ കൂട്ടിമുട്ടുന്ന ബിന്ദുക്കളുടെ സൂചക സംഖ്യകളും കണ്ടുപിടിക്കണം. അതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഉത്തരം നോക്കാം. ആദ്യം തന്നെ നമുക്ക് തന്നിട്ടുള്ള ഈ 2 ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന ലൈൻ വരയുക. ഓക്കെ, ഇവിടെ 4, 3 എന്ന പോയിന്റും അതുപോലെ 0, 1 എന്ന പോയിന്റും യോജിപ്പിച്ചുകൊണ്ട് ഞാനൊരു വര റഫാക്കിക്കൊണ്ട് വരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എ ക്വസ്റ്റ്യൻ നോക്കാം. ഈ വരയുടെ നീളം എത്രയാണ്? ഓക്കെ, ഈ ലൈനിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാനാണ് 1ാമത്തെ ചോദ്യം. ഓക്കെ, സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം വരയുടെ നീളം ലെങ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. ലെങ്ത് ഓഫ് ദി ലൈൻ ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് എന്താണെന്ന് പറഞ്ഞു നോക്കൂ അല്ലേ, x2 മൈനസ് x1 ഓൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഓൾ സ്ക്വയർ. ഈ ഫോർമുല എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഓക്കെ, അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഈ ഫോർമുല ബൈ ഹാർട്ട് ആക്കി വെക്കേണ്ടതാണ്, മനഃപ്പാഠമാക്കി വെക്കേണ്ടതാണ്. ഇവിടെ x1 y1നെ നമുക്ക് 0, 1 ആയിട്ടും അതുപോലെ x2 y2നെ നമുക്ക് 4, 3യുമായിട്ടും സങ്കല്പിച്ചാൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് ഓഫ് x2 മൈനസ് x1ൻ്റെ സ്ഥാനത്ത് നമുക്കറിയാം x2 ഇവിടെ 4 ആണ്, x1 ഇവിടെ 0 ആണ്. അതുകൊണ്ട് 4 മൈനസ് 0 എന്ന് കിട്ടും. 4 മൈനസ് 0 സ്ക്വയർ പ്ലസ് y2 ഇവിടെ 3 ആണ്, അതുപോലെ y1 1 ആണ്. അതുകൊണ്ട് 3 മൈനസ് 1 സ്ക്വയർ. ഇനി അടുത്ത സ്റ്റെപ്പിൽ 4 മൈനസ് 0, 4ന്ന് 0 കുറച്ച് നമുക്കറിയാം 4 തന്നെയാണ്. 4 സ്ക്വയർ പ്ലസ് 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2 ആണ്, 2ൻ്റെ സ്ക്വയർ. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ 4 സ്ക്വയർ നമുക്ക് എല്ലാവർക്കും അറിയാം 16 ആണ്. അതുപോലെ 2 സ്ക്വയർ നമുക്കറിയാം 4. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ 16 പ്ലസ് 4 നമുക്കറിയാം റൂട്ട് 20. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ റൂട്ട് 20 നമുക്ക് ഒന്നുകൂടി ചെറുതാക്കി എഴുതാം. നമുക്കറിയാം 20യെ നമുക്ക് 4 × 5 എന്ന് എഴുതാം. ഓക്കെ, 4 × 5 എന്ന് എഴുതാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്? നമുക്ക് റൂട്ട് 4 നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ റൂട്ട് അറിയാവുന്ന ഒരു സംഖ്യയുടെ ഗുണിതമാക്കിക്കൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതുന്നത്. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് റൂട്ട് 4 × റൂട്ട് 5നെ നമുക്ക് റൂട്ട് 4 × റൂട്ട് 5 എന്ന് എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ റൂട്ട് 4ൻ്റെ വില നമുക്കറിയാം 2 ആണ്. ഓക്കെ, അതുകൊണ്ട് 2 √5 എന്ന് നമുക്ക് ഉത്തരം കിട്ടും.
2√5. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട എ ക്വസ്റ്റ്യൻ്റെ ഉത്തരം. അതായത് ഈ ലൈനിൻ്റെ ലെങ്ത്, ഈ ലൈനിൻ്റെ നീളം. ഓക്കെ, 2√5 അതാണ് നമ്മുടെ എ ക്വസ്റ്റ്യൻ്റെ ഉത്തരം. ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. ചോദ്യം വായിച്ചിട്ട് തിരിച്ചു വരാം. ഈ വരയുടെ മധ്യബിന്ദുവിൻ്റെ സൂചക സംഖ്യകൾ എന്താണ്? ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഈ ലൈനിൻ്റെ മിഡ് പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ് ബി ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഈ ലൈനിൻ്റെ നീളം, ലെങ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഈ ലൈനിൻ്റെ മിഡ് പോയിന്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പോയിന്റിൻ്റെ എക്സ് സൂചക സംഖ്യയും വൈ സൂചക സംഖ്യയും, എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, നമുക്കറിയാം ഒരു ലൈനിൻ്റെ മിഡ് പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നാം പഠിച്ചതാണ്. അതായത് ഒരു ലൈനിൻ്റെ മധ്യബിന്ദുവിൻ്റെ സൂചക സംഖ്യ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ പഠിച്ചതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനഃപ്പാഠം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. x1 + x2/2 അതായിരിക്കും എക്സ് സൂചക സംഖ്യ, എക്സ് കോർഡിനേറ്റ്. അതുപോലെ വൈ കോർഡിനേറ്റ് y1 + y2/2. ഓക്കെ, ഇതാണ് x1 y1ഉം x2 y2ഉം യോജിപ്പിച്ച് വരയുന്ന ഒരു വരയുടെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഓക്കെ, ഇവിടെ നമുക്ക് x1 y1ൻ്റെ സ്ഥാനത്ത് നമുക്ക് ഇവിടെ 0,1ഉം അതുപോലെ x2 y2ൻ്റെ സ്ഥാനത്ത് 4,3യും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0,1ഉം 4,3യും യോജിപ്പിക്കുന്ന ലൈനിൻ്റെ മിഡ് പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് കിട്ടുന്നതാണ്. നമുക്ക് എഴുതി നോക്കാം. x1 + x2ൻ്റെ സ്ഥാനത്ത് x1 ഇവിടെ 0 ആണ്, x2 4 ആണ്. അതുകൊണ്ട് 0 + 4/2. അതുപോലെ y1 + y2ൻ്റെ സ്ഥാനത്ത് y1 1 ആണ്, y2 3 ആണ്. അതുകൊണ്ട് 1 + 3/2. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇത് കൂട്ടി ചെറുതാക്കി എഴുതാം. 0 + 4 4 ആണ്, അതുകൊണ്ട് 4/2 വരും. അതുപോലെ 1 + 3 4 ആണ്, അതുകൊണ്ട് 4/2. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ ഒന്നുകൂടി ചെറുതാക്കിയേക്കാം. 4/2 നമുക്കറിയാം 2 ആണ്. അതുപോലെ 4/2 വീണ്ടും 2. ഓക്കെ, നമുക്ക് ഇപ്പോൾ ബി ക്വസ്റ്റ്യൻ്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഈ ലൈനിൻ്റെ മിഡ് പോയിൻറ്റിൻ്റെ സൂചക സംഖ്യകൾ 2, 2 ആണ്. ഓക്കെ, എക്സ് കോർഡിനേറ്റും 2 ആണ്, വൈ കോർഡിനേറ്റും 2 ആണ്. ഇതാണ് നമ്മുടെ ബി ക്വസ്റ്റ്യൻ്റെ, അതായത് മിഡ് പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ്. ഓക്കെ, ഇനി നമുക്ക് സി ക്വസ്റ്റ്യൻ നോക്കാം. സി ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. ഈ വര വ്യാസമായി വരയ്ക്കുന്ന വൃത്തത്തിൻ്റെ സമവാക്യം എന്താണ്? ഓക്കെ, ഈ ലൈന് ഡയമീറ്റർ ആയിക്കൊണ്ട് നമ്മൾ ഒരു സർക്കിൾ വരികയാണെങ്കിൽ ആ സർക്കിളിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് സി ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചിത്രം വരഞ്ഞ് നോക്കാം. നമുക്കറിയാം നമ്മുടെ ലൈന് ഞാനിവിടെ എടുത്ത് വരഞ്ഞിട്ടുണ്ട്. 0, 1ഉം അതുപോലെ 4,3യും യോജിക്കുന്ന ലൈൻ. ഓക്കെ, ആ ലൈന് ഡയമീറ്റർ ആയിക്കൊണ്ട് ഞാനിവിടെ എൻ്റെ മൗസ് പോയിൻ്റർ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ലൈൻ. ഓക്കെ, ഈ ലൈന് വ്യാസമായിക്കൊണ്ട് ഞാനിവിടെ ഒരു ചിത്രം റഫാക്കിക്കൊണ്ട് വരഞ്ഞിട്ടുണ്ട്. ഇതിൽ നമുക്കറിയാം ഇങ്ങനെ നമ്മൾ ചിത്രം വരികയാണെങ്കിൽ ഈ സർക്കിളിൻ്റെ, ഈ വൃത്തത്തിൻ്റെ സെൻറ്റർ, കേന്ദ്രം എന്തായാലും നമ്മുടെ ഈ ലൈനിൻ്റെ മിഡ് പോയിൻ്റ് ആയിരിക്കും. ഈ മിഡ് പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് സൂചക സംഖ്യകൾ ബി ക്വസ്റ്റ്യനിൽ നാം കണ്ടു കഴിഞ്ഞു. അത് 2, 2 ആണ്. അതുകൊണ്ട് നാം ഇങ്ങനെ വരയുന്ന ഈ വൃത്തത്തിൻ്റെ കേന്ദ്രം, സെൻറ്റർ 2, 2 ആയിരിക്കും. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ ഈ വൃത്തത്തിൻ്റെ ആരത്തിന് ഞാനിവിടെ √5 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ വൃത്തത്തിൻ്റെ റേഡിയസിനെ ഞാൻ √5 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? നാം എ ക്വസ്റ്റ്യനിൽ ഈ ലൈനിൻ്റെ നീളം 2√5 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, എ ക്വസ്റ്റ്യനിൽ നാം ഈ 0, 1ഉം 4,3യും യോജിപ്പിക്കുന്ന ലൈനിൻ്റെ ലെങ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നമുക്ക് 2√5 എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതായത് ഈ വൃത്തത്തിൻ്റെ വ്യാസം, ഡയമീറ്റർ ആണ് 2√5. അതുകൊണ്ട് റേഡിയസ് നമുക്കറിയാം ഡയമീറ്ററിൻ്റെ പകുതിയായിരിക്കും, ആരം വ്യാസത്തിൻ്റെ പകുതിയായിരിക്കും. അതുകൊണ്ട് ഇവിടെ നോക്കുക, 2√5ൻ്റെ പകുതി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ 2ഉം ക്യാൻസൽ ആയിക്കൊണ്ട് നമുക്ക് √5 കിട്ടുന്നതാണ്. അതാണ് ഞാനിവിടെ റേഡിയസിന് പകരം √5 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. നമുക്ക് ഈ വൃത്തത്തിൻ്റെ സമവാക്യം കണ്ടുപിടിക്കാനാണ് ചോദ്യം, ഈ വൃത്തത്തിൻ്റെ ഇക്വേഷൻ. ഓക്കെ, സർക്കിളിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യം പബ്ലിക് എക്സാമിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നാം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സർക്കിളിൻ്റെ കേന്ദ്രം, അതിൻ്റെ പോയിൻ്റ് ആദ്യം കണ്ടുപിടിക്കണം. അതുപോലെ റേഡിയസ്, ആരവും കണ്ടുപിടിക്കണം. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സർക്കിളിലെ ഒരു പോയിന്റ്, വൃത്തത്തിലെ ഒരു പോയിന്റിനെ XY എന്ന് പൊതുവാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല, ഓക്കെ, കേന്ദ്രത്തിൽ നിന്നും ആ പൊതുവായിട്ടുള്ള പോയിന്റിലേക്കുള്ള നീളം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം, സമവാക്യം കൊടുത്തുകൊണ്ട് നമുക്ക് ഈ വൃത്തത്തിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. നമുക്ക് നോക്കാം. ഡിസ്റ്റൻസ് ഫോർമുല നമുക്കറിയാം, √(x2 - x1)² + y2 - y1². ഓക്കെ, വരയുടെ നീളം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം ഇതാണ്. ഇനി നമുക്ക് ഇവിടെ x1 y1ൻ്റെ സ്ഥാനത്ത് 2 2ഉം അതുപോലെ x2 y2ൻ്റെ സ്ഥാനത്ത് xyയും കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഈ റേഡിയസിൻ്റെ നീളം നമുക്ക് ഇങ്ങനെ കിട്ടും. ഇവിടെ നമുക്ക് മാറ്റി എഴുതാം. x2 - x1 നമുക്ക് ഇവിടെ x - 2 ആയി മാറും. x - 2² പ്ലസ് y2 ഇവിടെ നമുക്കറിയാം y ആണ്, അതുകൊണ്ട് y1 ഇവിടെ 2 ആണ്. അതുകൊണ്ട് y2 - y1ൻ്റെ സ്ഥാനത്ത് y - 2² ഈക്വൽ ടു, നമുക്കറിയാം ഇവിടെ ഈ ലൈനിൻ്റെ, അതായത് ഈ റേഡിയസിൻ്റെ, ഈ ആരത്തിൻ്റെ നീളം √5 ആണെന്ന് നമുക്കറിയാം.
ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇവിടെ √5 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ശ്രദ്ധിക്കുക, ഇവിടെ സമത്തിൻ്റെ ഈക്വൽ ടുവിൻ്റെ രണ്ട് ഭാഗത്തും റൂട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് റൂട്ട് ഒഴിവാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ബാക്കി എന്തുണ്ടാവും? x - 2 ഹോൾ സ്ക്വയർ പ്ലസ് y - 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു √5 റൂട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ 5. ഓക്കെ, റൂട്ട് രണ്ട് ഭാഗത്തു നിന്നും നാം ഒഴിവാക്കി കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പിൽ x - 2 ഹോൾ സ്ക്വയറും y - 2 ഹോൾ സ്ക്വയറും എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. ഓക്കെ, നമുക്കറിയാം ഇത് എക്സ്പാൻഡ് ചെയ്യാൻ നമുക്കറിയാം. ആദ്യം തന്നെ എക്സിൻ്റെ സ്ക്വയർ വരും, എക്സ് സ്ക്വയർ, ദെൻ -2 ഇൻറ്റു എക്സ് ഇൻറ്റു 2. ഓക്കെ, നമുക്ക് -2 ഇൻറ്റു എക്സ് ഇൻറ്റു 2 നമുക്കറിയാം 4x. ഓക്കെ, ദെൻ 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ, 2 സ്ക്വയർ നമുക്കറിയാം 4 ആണ്. ഓക്കെ, ഇതാണ് x - 2 ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഡഡ് ഫോം. ഓക്കെ, ഇനി നമുക്ക് y - 2 ഹോൾ സ്ക്വയറും ഇതേപോലെ ചെയ്യാം. ആദ്യം തന്നെ y സ്ക്വയർ ടേം വരും, പിന്നീട് 2 ഇൻറ്റു y ഇൻറ്റു 2 നമുക്കറിയാം -4y ആണ്. ഇനി അടുത്ത ടേം പ്ലസ് 2 സ്ക്വയർ. ഓക്കെ, 2 സ്ക്വയർ നമുക്കറിയാം 4 ആണ്. ഓക്കെ, ഈക്വൽ ടു 5. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഈ കോൺസ്റ്റൻറ്റ് ടേമിനെ കൂട്ടി എഴുതാം. ബാക്കിയുള്ളതൊന്ന് ഓർഡർ ആക്കി എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ വരും, എക്സ് സ്ക്വയർ, ദെൻ അടുത്തത് നമുക്ക് y സ്ക്വയർ എഴുതാം, y സ്ക്വയർ, ദെൻ -4x, ദെൻ -4y, ദെൻ ഈ 4ഉം 4ഉം നമുക്ക് കൂട്ടി 8 എന്ന് എഴുതാം. ഓക്കെ, 8 = 5. ഓക്കെ, ഇത് സ്റ്റെപ്പ് മനസ്സിലായല്ലോ. നമ്മൾ ഇതൊന്ന് ഓർഡർ ആക്കി എഴുതി കഴിഞ്ഞതാണ്. എക്സിൻ്റെ സ്ക്വയർ വരുന്ന ഡിഗ്രി കൂടുതലുള്ള ടേംസ് നമ്മൾ ആദ്യം തന്നെ എഴുതും, പിന്നീട് ഡിഗ്രി കുറഞ്ഞ എക്സ് ടേമും വൈ ടേമും എഴുതി, ശേഷം ഈ കോൺസ്റ്റൻറ്റ് ടേം 4ഉം 4ഉം കൂട്ടി നമുക്ക് 8 എന്ന് എഴുതി. ഇനി റൈറ്റ് സൈഡിൽ 5. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഈ റൈറ്റ് സൈഡിലുള്ള ഈ 5നെ ലെഫ്റ്റിലേക്ക് എടുക്കാം. ചെയ്ത് നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ -4x -4y പ്ലസ് 8 - 5 എന്ന് വരും. ഓക്കെ, ഈ 5 ലെഫ്റ്റിൽ വന്നു കഴിഞ്ഞാൽ അത് മൈനസ് ആയി മാറും. അതുകൊണ്ട് 8 - 5. ഓക്കെ, ഈക്വൽ ടു, ഇനി റൈറ്റിൽ എന്താ ബാക്കിയുള്ളത്? 0. ഓക്കെ, നമ്മൾ ഉത്തരം ഏതാണ്ടായി കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ -4x -4y 8 - 5 നമുക്കറിയാം 3. ഓക്കെ, പ്ലസ് 3 ഈക്വൽ ടു 0. നമ്മുടെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ. നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഈ വൃത്തത്തിൻ്റെ സമവാക്യം ഇതാണ്. x² + y² -4x -4y + 3 = 0. ഓക്കെ, ഇനി പെട്ടെന്ന് ഒന്നുകൂടി വിശദീകരിക്കാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ലൈൻ വ്യാസമായിക്കൊണ്ട് ഡയമീറ്റർ ആയിക്കൊണ്ട് വരെയുന്ന വൃത്തത്തിൻ്റെ സമവാക്യം കണ്ടുപിടിക്കാനാണ് ചോദ്യം. അതിനുവേണ്ടി നാം ഈ വൃത്തത്തിൻ്റെ കേന്ദ്രം ഈ ലൈനിൻ്റെ മിഡ് പോയിൻ്റ് ആയിരിക്കുന്ന 2 ആയിരിക്കുമെന്നും, അതുപോലെ ഈ വൃത്തത്തിൻ്റെ ആരം റേഡിയസ് ഈ ലൈനിൻ്റെ നീളത്തിൻ്റെ പകുതി, അതായത് 2√5ൻ്റെ പകുതി √5 ആയിരിക്കുന്നുവെന്നും കണ്ടുവച്ചു. ഇനി ഈ സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റ് പൊതുവായിക്കൊണ്ട് XY എന്നെടുത്തു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. √x - 2 ഹോൾ സ്ക്വയർ പ്ലസ് y - 2 ഹോൾ സ്ക്വയർ = √5. അതായത് കേന്ദ്രത്തിൽ നിന്നും XYയിലേക്കുള്ള ദൂരം, അത് റേഡിയസിൻ്റെ നീളമായിട്ടുള്ള √5 ആയിരിക്കും. ഓക്കെ, ഇനി നാം രണ്ട് വശത്ത് നിന്നും റൂട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ x - 2 ഹോൾ സ്ക്വയറും y - 2 ഹോൾ സ്ക്വയറും എക്സ്പാൻഡ് ചെയ്ത് എഴുതി, പിന്നീട് അതൊന്ന് ഓർഡർ ആക്കി എഴുതി കഴിഞ്ഞപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി. ഇതാണ് നമ്മുടെ ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് ഡി ക്വസ്റ്റ്യൻ നോക്കാം. ഡി ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഈ വൃത്തം x അക്ഷത്തെ മുറിച്ചു കടക്കുന്ന ബിന്ദുക്കളുടെ x സൂചക സംഖ്യകൾ കണ്ടുപിടിക്കാനുള്ള സമവാക്യം എന്താണ്? ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ സർക്കിൾ, ഈ വൃത്തം x അക്ഷത്തെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന, കൂട്ടിമുട്ടുന്ന പോയിന്റുകളുടെ x സൂചക സംഖ്യകൾ കണ്ടുപിടിക്കാനുള്ള സമവാക്യം, ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, ചോദ്യം തീർന്നിട്ടില്ല. അതുപയോഗിച്ച് ഈ ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഈ സർക്കിൾ, ഈ വൃത്തം x അക്ഷത്തെ കൂട്ടിമുട്ടുന്ന ബിന്ദുക്കളുടെ കോർഡിനേറ്റ്സ് സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുകയും വേണം. ഓക്കെ, നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ ചിത്രം നന്നായി ശ്രദ്ധിക്കുക. ചില കാര്യങ്ങൾ ഞാൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇവിടെ x ആക്സിസും y ആക്സിസും വരഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ ചുവന്ന മഷിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതേപോലെ ഈ വൃത്തം x അക്ഷത്തെ കൂട്ടിമുട്ടുന്ന രണ്ട് പോയിന്റ്സിനെ ഞാൻ ഇവിടെ ഗ്രീൻ മഷി കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ രണ്ട് പോയിന്റുകളുടെയും സൂചക സംഖ്യകൾ കണ്ടുപിടിക്കാനുള്ള സമവാക്യമാണ്. ഓക്കെ, ഈ സർക്കിള് ഈ x ആക്സിസിനെയും y ആക്സിസിനെയും കൂട്ടിമുട്ടുന്ന ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഈ രണ്ട് പോയിന്റുകളുടെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ, ഡി ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ചോദ്യം മനസ്സിലായല്ലോ. ഇനി നമുക്കിവിടെ ഉത്തരം കിട്ടാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം x അക്ഷത്തിലെ ഏതൊരു പോയിന്റിൻ്റെയും y സൂചക സംഖ്യ 0 ആയിരിക്കും. ഓക്കെ, x ആക്സിസിലെ ഏതൊരു പോയിന്റിൻ്റെയും y കോർഡിനേറ്റ്സ് 0 ആയിരിക്കും. ഇത് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഈ ചോദ്യത്തിൻ്റെ ബാക്കി ചെയ്യാൻ പറ്റില്ല.
ഓക്കെ, ഞാനിവിടെ ഈ 2 പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ എക്സ് കോർഡിനേറ്റ് ഞാൻ ഒഴിച്ചു വിട്ടതാണ്. വൈ കോർഡിനേറ്റ് ഞാൻ ഇവിടെ 0 എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കിട്ടേണ്ടത് ഈ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും അതേപോലെ ഈ കോർഡിനേറ്റ്സ് രണ്ടും കണ്ടുപിടിക്കുകയും വേണം. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ സർക്കിളിൻ്റെ ഇക്വേഷൻ നാം കണ്ടുപിടിച്ചിട്ടുണ്ട്. സർക്കിളിൻ്റെ ഇക്വേഷൻ സി ക്വസ്റ്റ്യനിൽ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നാം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സർക്കിളിൻ്റെ ഈ ഇക്വേഷനിൽ വൃത്തത്തിൻ്റെ ഈ സമവാക്യത്തിൽ വൈയുടെ സ്ഥാനത്ത് വൈയുടെ സ്ഥാനത്ത് നമുക്കറിയാം വൈ ഇവിടെ 0 ആണ്. ഓക്കെ, അതുകൊണ്ട് 0 ഇവിടെ വൈക്ക് പകരം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ 2 പോയിന്റുകളുടെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനുള്ള സമവാക്യം കിട്ടുന്നതാണ്. ഓക്കെ, നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, സർക്കിളിൻ്റെ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടി ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇനി ഇതിൽ വൈയുടെ സ്ഥാനത്ത് 0 കൊടുക്കണം. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ നമുക്കറിയാം 0 സ്ക്വയർ മൈനസ് 4x മൈനസ് 4y നമുക്കറിയാം 4 × 0 പ്ലസ് 3 = 0. അടുത്ത സ്റ്റെപ്പിൽ എക്സ് സ്ക്വയർ അതുപോലെ തന്നെ എഴുതാം. പ്ലസ് 0 സ്ക്വയർ നമുക്കറിയാം 0 തന്നെയാണ്. മൈനസ് 4x മൈനസ് 4 × 0 നമുക്കറിയാം -0 പ്ലസ് 3 = 0. അടുത്ത സ്റ്റെപ്പിൽ ഈ 0 നമുക്ക് ഒഴിവാക്കി കളയാം. ഇനി ബാക്കിയുള്ളത് എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 3 = 0. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 4x നമുക്ക് ഈ 3 റൈറ്റിലേക്ക് കൊണ്ടുപോകാം. അതുകൊണ്ട് ഇത് -3 ആയി മാറും. ഓക്കെ, 0 - 3 അതായത് -3. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഡി ചോദ്യത്തിൻ്റെ ഉത്തരം. അതായത് ഈ സർക്കിൾ ഈ എക്സ് ആക്സിസിനെ കൂട്ടിമുട്ടുന്ന പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, പക്ഷേ നമുക്ക് ഇവിടെ ഈ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ രണ്ടാം കൃതി സമവാക്യം ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സിൻ്റെ വില കണ്ടുപിടിക്കേണ്ടതുണ്ട്. എക്സിൻ്റെ വില കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കോർഡിനേറ്റ്സ് ഈ വൃത്തം എക്സ് അക്ഷത്തെ കൂട്ടിമുട്ടുന്ന പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ് കൃത്യമായി കിട്ടും. അതും കൂടി എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം പൂർണ്ണമാകുന്നതാണ്. നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ നമുക്ക് ഇത്തരം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നാം പഠിച്ചതാണ്. ഇവിടെ -4ൻ്റെ ഈ 4ൻ്റെ പകുതിയുടെ വർഗ്ഗം 2 വശത്തും കൂട്ടി കൊടുക്കണം. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. എക്സ് സ്ക്വയർ മൈനസ് 4x 4ൻ്റെ പകുതി നമുക്കറിയാം 2 ആണ്. 2ൻ്റെ വർഗ്ഗം നമുക്കറിയാം 4 ആണ്. അതുകൊണ്ട് 4 ഞാൻ ലെഫ്റ്റിലും അതേപോലെ റൈറ്റിലും -3 + 4. ഓക്കെ, ലെഫ്റ്റിലും റൈറ്റിലും ഞാൻ 4 കൂട്ടി കൊടുത്തു. നമുക്കറിയാം x - 2 ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് ഇതിനെ മാറ്റി എഴുതാം അല്ലേ. ഇവിടെ x - 2 ഹോൾ സ്ക്വയർ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കൂ. നമുക്ക് ഈ മുകളിലത്തെ സ്റ്റെപ്പ് കിട്ടുന്നതാണ്. എക്സ് സ്ക്വയർ മൈനസ് 2 × x × 2 ദാറ്റ് ഈസ് -4x പ്ലസ് 2 സ്ക്വയർ ദാറ്റ് ഈസ് 4. ഓക്കെ, ഇനി = -3 + 4 എന്തായി മാറും? നമുക്കറിയാം -3 + 4 എന്ന് പറഞ്ഞാൽ 4 - 3 അതായത് 1. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഈ സ്ക്വയർ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x - 2 = √1 എന്ന് വരും. ഓക്കെ, സ്ക്വയറിനെ നാം റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. √1 നമുക്കറിയാം 1 തന്നെയാണ്. ഓക്കെ, അതായത് നമുക്ക് കിട്ടിയത് x - 2 = 1. ഓക്കെ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, റൂട്ട് വരുമ്പോൾ അവിടെ +or- എന്ന് വരും. അതുകൊണ്ട് ഇവിടെയും +or-1 എന്നാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, x - 2 = +or-1. അതുകൊണ്ട് ഇവിടെ 2 ഉത്തരങ്ങൾ കിട്ടും. x = +1. ഈ -2 റൈറ്റിലേക്ക് പോകുമ്പോൾ അത് +2 ആയി മാറും. +2 ഓർ നമുക്കറിയാം x = -1 -2 റൈറ്റിൽ വരുമ്പോൾ +2. ഓക്കെ, ഈ 2 ഉത്തരങ്ങൾ ഇത് ഒന്നുകൂടി ചെറുതാക്കി ചെയ്ത് കഴിഞ്ഞാൽ x = +1 + 2 നമുക്കറിയാം 3 ഓർ x = -1 + 2 നമുക്കറിയാം 1. ഓക്കെ, അതായത് നമ്മുടെ ഈ 2 പോയിന്റുകളുടെയും എക്സ് കോർഡിനേറ്റ് 3ഉം 1ഉം ആണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഇവിടെ 3 വരും, അതേപോലെ ഇവിടെ 1ഉം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഉത്തരം പൂർണ്ണമായി. ഇനി ഒന്നുകൂടി പെട്ടെന്ന് റിപ്പീറ്റ് ചെയ്യാം. ഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ: ഈ വൃത്തം എക്സ് അക്ഷത്തെ കൂട്ടിമുട്ടുന്ന പോയിന്റുകളുടെ സൂചക സംഖ്യ കണ്ടുപിടിക്കാനുള്ള സമവാക്യം കണ്ടുപിടിക്കാനാണ് ഡി ക്വസ്റ്റ്യനിലെ ആദ്യ ഭാഗം. അത് നാം കണ്ടുപിടിച്ചിട്ടുള്ളത് നമുക്ക് സി ക്വസ്റ്റ്യനിൽ കിട്ടിയിട്ടുള്ള ഈ വൃത്തത്തിൻ്റെ സമവാക്യത്തിൽ വൈയുടെ പൊസിഷനിൽ 0 കൊടുത്തു. എന്തുകൊണ്ടെന്നാൽ എക്സ് അക്ഷത്തെ കൂട്ടിമുട്ടുന്ന വൃത്തത്തിലെ പോയിന്റുകളുടെ വൈ സൂചക സംഖ്യ 0 ആയിരിക്കും. അതുകൊണ്ട് നാം ഇവിടെ വൃത്തത്തിൻ്റെ സമവാക്യത്തിൽ വൃത്തത്തിൻ്റെ ഇക്വേഷനിൽ വൈയുടെ പൊസിഷനുകളിലെല്ലാം നാം 0 കൊടുത്തു. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ പോയിന്റുകളുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനുള്ള സമവാക്യം കിട്ടി. ഇനി ആ സമവാക്യം നാം സോൾവ് ചെയ്ത് എക്സിൻ്റെ വിലകൾ കണ്ടുപിടിച്ചു, അതായത് എക്സ് കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി 1 0 3 0 എന്നീ പോയിന്റുകളിലായിരിക്കും വൃത്തത്തെ കൂട്ടിമുട്ടുന്നത്. ഓക്കെ, നമ്മുടെ ഉത്തരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി അതൊന്ന് വൃത്തിയാക്കി എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. നിങ്ങൾ പൗസ് അടിച്ച് കണ്ടു നോക്കുക, വായിച്ചു നോക്കുക. ഓക്കെ
ഓക്കെ, നമ്മുടെ ഈ വീഡിയോ തൽക്കാലം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും വരുന്ന SSLC പബ്ലിക് എക്സാമിൽ ഫുൾ A+ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. See you in the next video. Bye.